യവനികഞ്ഞൊറിയുകയാ ജീവിതമുഖപടമെഴുതുകയായി. നമ്മുടെ വീട്ടിൽ നിറയെ കുടുംബക്കാരായിരുന്നു മോളെ. അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവൻ, അമ്മായി, നിറഞ്ഞ കുടുംബമായിരുന്നു മോളെ. മാതാപിതാക്കളുടെ ചോരയിൽ നിന്നാണ്. നമ്മുടെ നെരുപ്പിലൊഴുകുന്നത് അവരുടെ ചോരയാണെന്ന് ഓർക്കാറുണ്ടോ നമ്മൾ? ഈ മുറിച്ചു വെക്കലാണ് അച്ഛനും അമ്മയും ഉമ്മയും പാപ്പയും അപ്പനും അമ്മച്ചിയും എല്ലാം. അവരുടെ പാതി മുറിച്ചു വെച്ചതാണ് നമ്മൾ. അവരുടെ ചോരയിലൂടെ പാതി മുറിച്ച് തന്നതാണ് നമ്മൾ. അവരുടെ ചോരയിലൂടെ പാതി മുറിച്ച് തന്നതാണ് നമ്മൾ. പാതിയും പാതിയും ചേർന്നാലേ ഒന്നാവും. അത് പൂർണ്ണമാവും.
അസംബന്ധം ഇത്തിരിപ്പെടുത്തുന്നൊരു മാർഗം മാത്രമാണ്. കൂടുമ്പോൾ മാത്രമല്ല ഉണ്ടാവേണ്ടതും ഇഷ്ടമുണ്ടാവേണ്ടതും. മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടാവും. കൂടുമ്പോൾ മാത്രം ഇഷ്ടമുണ്ടാവുന്നത് കാപട്യമാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ചോരകൾ ചേരുന്നതാണ് കുടുംബം. ആ കുടുംബത്തിന് ചോരമണം ഉണ്ടാവുകയുള്ളൂ, ഉണ്ടാവണം. ഇപ്പൊ വന്നത് ഇഷ്ടമാണ്, സ്നേഹമാണ്. ഇപ്പോൾ ആർക്ക് ആരോടാണ് ഇഷ്ടം? സ്നേഹവും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയത് പ്രകടനം മാത്രമായിരുന്നു. ഇപ്പോൾ ഇഷ്ടമോ സ്നേഹം? അത് കണ്ടവർ പറയും എന്ത് സുന്ദരമായ സ്നേഹമുള്ള ആളുകൾ. മണം പോലും വെറുക്കപ്പെടുന്ന കാലം. വയസ്സുകാലത്ത് കിടക്കപ്പായി അറിയാതെ ഒരു തുള്ളി മൂത്രമിട്ട് പോയാൽ പ്രതികാരത്തിന്റെ കോപരം തുള്ളുന്ന മക്കൾ പെരുകുന്ന കാലമാണിതെന്ന് പറയാൻ എന്താ നമുക്കൊരു മടി? ഇതുപോലെ കോപരങ്ങളല്ലെന്ന സത്യമുണ്ട്. പകലത്തിയോളം പണിയെടുത്ത് അവരുടെ വിയർപ്പിന്റെ ഉപ്പരസത്തിലാണ് ഞങ്ങൾ വളർന്നത്. തിരിച്ചറിയുന്ന മക്കളുണ്ട്. We
ചുഴന്നിടുന്ന സംസാര ചക്രത്തിൽ വിദേശത്തെ രണ്ട് മക്കളും വിദേശത്തേക്ക് ഒരു രണ്ടാളും ഈ വൃദ്ധസദനത്തിലേക്ക് എത്താൻ ഇനി അധികം താമസമുണ്ടാവില്ല. പിന്നെമ്മ പറഞ്ഞതാ അതിന്റെ ഒരു സ്റ്റേജ്. മരിച്ചത് 10ാം ക്ലാസ്സുകാരൻ. കൊന്നതോ ഓന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ. ചന്ദ്രേ എന്താക്കാതെ ഞാൻ വിളിച്ചത് ഇവിടെ മക്കള് നേരത്തെ മനസ്സിലായത് നന്നായിരുന്നു. ഈ പേപ്പറും നോക്കി 10ാം ക്ലാസ്സുകാരൻ ഓന്റെ കൂടെ പഠിക്കുന്ന കുട്ടി എന്നെ തലക്കടിച്ചു. പിന്നെ നോക്ക് കഞ്ചാവ് ലഹരി എന്താ ചെയ്യേ? പത്രം തന്നാൽ ഇതേ കാണാനും അഭിലാഷേ ആ ഇത് പണിയുണ്ടല്ലേ? ആ കണ്ടാച്ചിട്ടല്ലേ? ആയിക്കോട്ടെ. അപ്പൊ അവിടെ വരണ്ടാവില്ലേ? ഞാൻ കാര്യം ചെയ്യാം. ആ മാമൂട്ടിനെ കൂടി കൂട്ടാം. ആയിക്കോട്ടെ. വലിയ പത്ത് മിനിറ്റ് മാമൂട്ടിയ മാമൂട്ടിയ അതുകൊണ്ടല്ല ഞാൻ എന്നോട് പറഞ്ഞത് ഇത് എപ്പോഴും ക്ലാസ്സിൽ വെക്കണം. എപ്പോഴാ എവിടെ പണി വല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല. അമ്മ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോ ഇടത്തിലോ മക്കള് കണ്ടാലും അങ്ങനെ ഓരവിടെ സുഖമായിട്ട് അപ്പൊ നമ്മളോ ഇടത്തിലല്ലേ? അതൊക്കെ ഞാൻ വിളിച്ചോളാം. അതുകൊണ്ട് ഒരു മുമ്പ് നോക്കിയിട്ടില്ലെങ്കിലും ഒരു സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടു മുമ്പ് സുഖമായി മരിക്കുന്നത് ഈ ബാബി നീ വിളിച്ചോളൂ. എവിടെ പോയിട്ടാ ഞാൻ ഓരോ എത്ര നേരം എവിടെയാ പണി ചെന്നത് ഈ സാധനം കിട്ടുക അതിനകത്ത് ഒരു ആലോചന അതിനല്ല ഇവിടെ മക്കള് ഇലക്ട്രോണിക് എന്തോ പറ്റിക്കഴിഞ്ഞാൽ ഓടികൾ പറന്നു പോയി പിന്നെ എല്ലാ കാലം ഓളങ്ങനെ ഒത്തിരി ആളെ കടം പോവുക ഇന്റെ വലിയ കാലത്ത് എന്താക്കാൻ വേണ്ടി അല്ലാതെ എടുപ്പിച്ചു നട്ടോക്ക്
കേട്ട് ഇതൊന്നും എനക്ക് വേണ്ട. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സ്നേഹജ്വാല വാർഷികത്തോടനുബന്ധിച്ച് മേലിച്ചിറങ്ങരയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയാണ്. നിങ്ങൾ ഏവരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നിങ്ങൾ അച്ഛന്റെ നാടകത്തിന്റെ റിഹേഴ്സലാ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകും. നിങ്ങൾ പണി കേട്ട് പൊളിച്ച് മാറ്റി അങ്ങോട്ട് പോയിട്ടോ. ഞാനിവരെ കൂടെ പണിക്ക് പോണോന്നേ പരിപാടിക്ക് പോയാലോ? ഒറ്റ വീക്ക് പണിയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹജാല കലാവേദികൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കലാപരിപാടിയുടെ അവസാന ഇനമായ സുന്ദരിക്കപ്പെടുന്ന മത്സരത്തിലെ അവസാനമായി മത്സരിക്കുന്ന മത്സരാർത്ഥി ശ്രീമതി സിന്ധു. വലിയ പരിചയമില്ല. നന്ദി പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹജ്വാല കലാവേദിയുടെ 60ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കലാകായിക മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെയും കലാവേദിയുടെയും വേണ്ടി നന്ദി അറിയിക്കുന്നു. മരിക്കിനായി സ്നേഹജ്വാല കലാവേദിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കുറി നടത്തുന്ന നാടകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കലാവേദിയുടെ 1ാം വാർഷികത്തിന് അവതരിപ്പിച്ച ഞങ്ങളല്ല നമ്മളാണ് എന്ന നാടകം ഇവിടെ പുനരാവിഷ്കരിക്കുന്നു. നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും പരിപാടികളിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു.
ഒരു സാധനം കുറച്ച് ചായപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് എല്ലാം നിങ്ങൾക്ക് തിന്നിനാ രണ്ടും കൂടി ചായപ്പൊടി കാപ്പി കൂടി കൂടി വേറെ ഒന്ന് പോലെ രാത്രി ഒരു കാപ്പി എന്നിട്ടാണ് ദിനേശേട്ടാ കോലമിട്ടായിക്കല്ലേ ഞാൻ ഒക്കെ എടുത്തു വെച്ച് അത് മതി. അല്ല ദിനേശ എന്റെ രണ്ട് മക്കളും അങ്ങ് വിദേശത്തല്ല പിന്നെ ദിവസം ഈ രണ്ട് പോലും ഉണ്ടായതിനാ അത് പറഞ്ഞിട്ട് കാര്യം കോഴിമുട്ടായി ഞങ്ങൾ ഒരു കുറ്റകാലം ദിനേശേട്ടാ ഇതായിരുന്നു പറഞ്ഞ അടുത്ത ആഴ്ച നാടകം മറന്നുകൊണ്ട ഞാനത് മറക്കോ എപ്പോഴും മറക്കുന്ന അവിടെ പറയാൻ കാരണം ഇന്റെ അച്ഛനും അച്ഛന്റെ സ്നേഹിതന്മാരും കൂടി ഉണ്ടാക്കിയ കലാസമില്ല അത് ഞാനൊരു വയസ്സായി അങ്ങനെ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് വായിപ്പിക്കാൻ അന്ന് ഞാൻ വീഡിയോ തുടങ്ങിയിട്ടൊന്നുമില്ല അന്ന് ഇന്നത്തെ പോലെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരെന്നെ കുറിച്ച് പരിപാടി ഉണ്ടാവും പിന്നെ പേര് പറയണ്ടെന്ന് പറഞ്ഞ് ചിലര് കുറച്ച് പൈസയൊക്കെ തീർക്കും എന്താ നാരായണ പേര് പറയണ്ടേ അന്ന് ഇന്നത്തെ കാലം കേട്ടോ പേര് പറഞ്ഞാൽ ഓന് ഇതിന്റെ ആളാണല്ലേ ഓ ഇപ്പൊ പൈസ തരുന്നതേ പേര് പറയുന്നവർക്ക് ഒരു അഭിമാനാണ് പക്ഷേ അതാ ഞാൻ പറഞ്ഞത് അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഇന്ന് നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അന്നും വാർഷികത്തിന്റെ അവസാനം ഒരു നാടകമാണ് അതന്നും ദിനേശ നാടകം എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം വെറുതെ അങ്ങ് കേൾക്കാം നാടകം എന്ന് പറഞ്ഞ നാടിന്റെ അകം എനിക്കൊരു കാര്യം പറയട്ടെ വേറെ ആളുടെ കേട്ടിട്ടെ എല്ലാം കൂടെ തലയെ കയറ്റി വെക്കരുത് ചെറുത്തരാ ഇപ്പോഴെപ്പോഴൊക്കെ എല്ലാവരും കൂടി കളിക്കാൻ പോയി ഒന്നാം വാർഷികത്തിന് കളിച്ച ഞങ്ങളല്ല നമ്മളാണ് ഇങ്ങനെ നാടകം എന്നിട്ട് അച്ഛൻ തകർത്ത് അഭിനയിച്ച നാടകം അല്ല പഴംപുരാണം പറഞ്ഞിങ്ങനെ ഇരുന്നാ മതി അടുത്ത ഞായറാഴ്ചയാണ് നാടകം കണ്ടിട്ടാണ് ഇതിന്റെ റിഹേഴ്സൽ ഇതുവരെ പറഞ്ഞില്ല റിഹേഴ്സൽ നോക്കട്ടെ ഞാനും അതിലോ അതിങ്ങോട്ട് പറഞ്ഞു ഞാനിങ്ങോട്ട് വരുന്ന വിളിച്ചേ ആ കലാവേദിയുടെ ഇത് വെച്ചു ഒരാഴ്ച ഒന്നും രണ്ട് അങ്ങോട്ട് പറഞ്ഞു അതങ്ങ് മറന്നു ഞാൻ പോയിട്ട് ആ സാധനം വാങ്ങിച്ചു കണ്ടോലെ പാത്രം കഴിക്കാൻ പോകുന്ന കല്ല് നാടകക്കാരുടെ മോനാ ഇതുവരെ ഒരു നാടകത്തിലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ട് ഇത് പോയിട്ട് കഷ്ടം പറ്റാണ് കഷ്ടം പറ്റുന്നതും ഒരു കല അതിന് നാടകം അഭിനയിക്കണം
നാടകം അറിഞ്ഞിരുന്നാൽ മാത്രമേ കഷ്ടം പറ്റപ്പെട്ടു. അപ്പോ ഞാനൊരു നടനല്ലേ? അത് ഞാൻ അത് മക്കളെ അവർ ഈ മുറ്റത്ത് ഈ കോഴിമുട്ടായി കഴിച്ചു വന്നാൽ അവർ കഴിച്ചു വളർന്നു. ഒരു കാര്യം, നമുക്ക് ഈ കോഴിമുട്ടായി പഠിച്ച് ഈ നിലാവ് അങ്ങനെ ആ നാടകം അമ്മയുടെ മടിയിലിരുന്ന് കണ്ട ഓർമ്മ ഇന്ന് കഴിഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ. തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. എന്തൊക്കെയാ കൂടെ കളിച്ചു കൂട്ടുന്നേ? അടുത്ത ആഴ്ച കളിക്കേണ്ട നാടകം 4 ആഴ്ച റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഒരുത്തനൊരു ചുക്കും ചുണ്ടാൻ പാടില്ല. അല്ല അതെങ്ങനെയാ? ഏതെങ്കിലും അടുത്ത റിഹേഴ്സൽ അതിന് വന്നിട്ട് വേണ്ടേ? നിങ്ങൾ തന്നെ ഓർത്തു ഒരാഴ്ച കൊണ്ട് എങ്ങനെയാ ഒരു നാടകം തട്ടിത്തരാ? എന്നെ കൊണ്ടു അയ്യേ. ഇവിടെ അരങ്ങേറുന്ന നാടകം ഞങ്ങളല്ല, ഞങ്ങളാണ്. അടുത്ത ആഴ്ച കളിക്കേണ്ട നാടകത്തിന്റെ പേര് പോലും പഠിച്ചിട്ടല്ല. നാടകം കളിക്കാൻ പറഞ്ഞു ഇറങ്ങി തിരിച്ചോളൂ. ഡയലോഗ് അറിയില്ല, ഒരു കുന്തം അറിയില്ല. ആയിഷ വന്നില്ല. ആയിഷന്റെ ഗ്രൂപ്പ് ഞാനായി. സ്റ്റേജിലെ നാടകം കളിക്കുന്നത് ഡ്യൂപ്പ് ചെയ്യാം. അതാ വന്നത്. ഞാനിന്നേ 5 മണിക്ക് ചത്തുപോയില്ലേ? ആ കാണിച്ചിട്ടേ എനിക്ക് ഡയലോഗൊന്നും അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെന്ത് കേൾക്കാല ആയിഷത്തെ എവിടെയാണ് എന്താക്കുക? തല പെങ്കടിച്ച് ചൊല്ലു നിവർത്തിയില്ല. ഒരു 2 എണ്ണത്തിന് എടുത്തോണ്ടടി. ഞാനീ കുട്ടിക്കല്ല തിന്നോട്ടെ, എന്നിട്ട് തല പെരുത്തരാ. എന്റെ പാച്ചിയെ എന്റെ അടുക്കളയിൽ ജയിക്കോട്ടെ. നേരം വെളുക്കും എന്റെ അടുക്കളയിൽ വന്നു കാര്യം ഉള്ളത് മുഴുവൻ കേട്ടാൻ കാര്യവളർത്താണോ? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. നാടകം കളിച്ച
വന്നതേ ഇവിടെ കിടന്ന് ഉറങ്ങാനാ. ഇച്ചിരി ഉറങ്ങട്ടെ ഞാന്. ചായ വേണ്ടേ? ഇവിടെ വണ്ടി പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ ഗ്രൂപ്പ് നിൽക്കണോ? ഇനിയിപ്പോ എന്താ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൈലാസം ചെയ്യാം. മാങ്ങിന്റെ പുറമൊക്കെ ഉണ്ടല്ലോ. ആദ്യത്തെ അങ്ങ് എനിക്കും മാലിനിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഓരോ പേരിടും. എനിക്കും മാലിനിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഓരോ പേരിടും. മഴയെന്നും പുഴയെന്നും മഴയ്ക്കും പുഴയ്ക്കും ജാതിയും മതമൊന്നും ഇല്ലല്ലോ. ചെയ്യാനൊന്നും പറഞ്ഞോട്ടോ. ആരാധനല്ലേ വരുന്നത്? മാലിന്യേ മാലിന്യേ ഇവിടെ വന്നാൽ ഉറങ്ങാൻ സമ്മതിക്കൂലേ? നിങ്ങളിപ്പോ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നാടകം 60 കൊല്ലം മുന്നേ കണ്ടതാണ്. പക്ഷേ ഇവിടെ റിഹേഴ്സൽ റെഡിയായിട്ട് ഒന്നും റെഡിയായില്ല. ആ നാടകത്തിന്റെ ഗൗരവം ഒന്ന് ഇവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. നിങ്ങൾ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ നാടകം ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര റിപ്പോർട്ട് വരാണ്ട. എന്നെ കൊണ്ട് പറ്റില്ല. സിനിമ കഴിയുന്ന നാടകങ്ങളിലും പൊതിഞ്ഞു കെട്ടി പറയുന്ന എല്ലാം പൊതിഞ്ഞു കെട്ടാതെ പറഞ്ഞ നാടകമാണ് ഇത്. ഈ നാടകം കളിക്കണം. ഒച്ചയ്ക്ക് പറയാം. പച്ചയ്ക്ക് പറയാനുള്ളത് വീറോടെ പറയാൻ നാടകത്തിന് മാത്രമേ കഴിയൂ. നമ്മൾ മിണ്ടാതെയും പറയാതെ ഇരുന്നാൽ നമുക്ക് നഷ്ടമാകുന്നത് നാട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നാടകം കാലാതീതമാണ്. ഈ നാടകം ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്ക തന്നെ വേണം നമ്മൾ. അതുകൊണ്ട് ഈ നാടകത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ഈ സമയത്ത് സ്റ്റേഷനിൽ വരികയും നാടകം ഭംഗിയായി അവതരിപ്പിക്കുകയും വേണം. നാരായണ, ഇത്തവണ ഈ നാടകം നമ്മൾ പൊളിക്കും. നമ്മളിത് പൊളിക്കും. നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം. വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം. വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ. വേർപെട്ടു പോയി ചെളിയിലമർന്നവർ. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല. അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ട് പോകണം. ആ
ആ മ്യൂസിക് റെഡിയല്ലേ? ഹലോ 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 മൈക്ക് ടെസ്റ്റ്. ഹലോ ചെക്ക്. സഹൃദയരെ, കലാസ്നേഹിയുടെ സ്നേഹജ്വാല കലാവേദിയുടെ നാടകം അരങ്ങേറുകയായി. കളിക്കന്റെ കുഞ്ഞേ പൂമരം പോലെയാട് കണ്ണേ, പൂഴി കളിക്കന്റെ കുഞ്ഞേ പൂമരം പോലെയാട് കണ്ണേ, പൂത്തുമ്പിയോടൊപ്പം
എന്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം. ഇന്നലെ വരെ ഈ തലച്ചോറിൽ ഇരുട്ടായിരുന്നു, മതമുണ്ടാക്കിയ ഇരുട്ട്. മോനെ, നീയാണ് എനിക്ക് വെളിച്ചം പകർന്നത്. മാലിക്കും ഗഫൂറിനും പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓരോ പേരിടും. മഴയെന്നും പുഴയെന്നും. മഴയ്ക്കും പുഴയ്ക്കും ജാതിയും മതവും ഒന്നുമില്ലല്ലോ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഹലോ, എന്താ? ആരാ ഫോൺ ചെയ്ത്? ആവുട്ടിയുടെ അച്ഛനാ. ഔട്ടിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? ദിനേശന്റെ ഭാര്യ ഭാര്യ സൗന്ദര. ശൗന്ദള, ശൗന്ദള, വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. സ്റ്റേജ് മുടിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി. എന്ത് പണിയാണ് നിങ്ങൾ വരുമ്പോ കോലുമുണ്ടായിക്കൊണ്ടോ? അച്ഛാ, മക്കൾ വരുന്നുണ്ട് തോന്നുന്നു. മക്കൾ വരുന്നു. ദിനേശേട്ടാ, എന്താ ചന്ദനത്തേക്ക് പറ്റിയത്? ദിനേശേട്ടാ, ദിനേശേട്ടാ, എന്താ ചന്ദനത്തേക്ക് പറ്റിയത്? എന്റെ നാടകത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ തിരശ്ശീലയും വീണെന്നാണ് കേട്ടാ. നീ എവിടെ
മക്കളെ മുന്നിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഓള് പറഞ്ഞ ആരാൾക്ക എനിക്കെന്തോ ഒരു പരവേശം, ഒന്ന് വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചൂട്ടും കത്തിച്ചു ഓളെയും കൂട്ടി വീട്ടിലെത്തി. എന്നോടൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. വെള്ളം കൊടുത്തപ്പോ അത് കുടിക്കുന്നതിന് മുമ്പ് ഓള് പോയി അറിയിക്കണം. ഒന്ന് മരിച്ച വീടാണെന്നിട്ട് അവർക്ക് വരാൻ പറ്റുമോ? എന്തുകൊണ്ട് അവര് വരാത്തത്? അവർക്ക് വലിയ തിരക്കാത്രേ. എല്ലാം നീ എന്താ ചെയ്യാ? വിവരറിയിക്കണ്ടേ? ഞാനാ വിവരറിയിക്കാൻ ഓനെ ഞാൻ വിവരറിയിക്കാം. ഓനോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. മരണമെന്നെ തൊടുന്നതിൻ മുൻപേ നിഴലു പോലെന്നെ ഇറുകെ പിടിക്കണേ. തരണ നിശ്വാസ ചുംബനം കൊണ്ടെന്റെ നെറുകിലെ കനൽ ചൂടേറ്റുവാങ്ങനേ. ഇനി നമുക്കില്ലരാവും നിലാവും നിറവു ചാലിച്ചോരോ മൽക്കിനാവും. ഇടയുമോർമതൻ ദൂരതീരങ്ങളിൽ മറവി കുത്തി കുറിച്ചോരു വാക്കു ഞാൻ. ചടുലവേഗത്തിലാളുന്ന പ്രാണനെ ചുടലഭൂതങ്ങളാർക്കുന്ന രാവി. ഒരു രണ്ടാളോ ഓരോ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചത്. എന്നിട്ടിപ്പ എന്തായി? അവസാന കാലത്ത് പുള്ളി വെക്കാൻ ഓരെത്തിയോ? ഇപ്പോഴത്തെ കാലത്തെ മക്കളെ കാര്യവും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ദിനേശ് ഇങ്ങോട്ട് വരുന്നുണ്ട്.
വിഷമിക്കേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നാരായണേട്ടനൊക്കെ ഇവിടെ എന്തോരാ അത് മനസ്സിലാക്കിയത്. ജീവിതത്തിലെ നല്ല കാലത്ത് മധുരം നുണഞ്ഞുകൊണ്ട് അവസാനം ബാക്കിയാവുന്നത് ഈ കോല് മാത്രം. ഈ കോല് ആർക്ക് വേണം? ഈ കോല് ആർക്ക് വേണം? നാം ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നമുക്ക് വേണ്ടിയോ? അതോ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി? ജനിച്ചു പോയില്ലേ, മരിക്കുന്നവരെ ജീവിക്കാതെ. ജനിച്ചു പോയതല്ല, എവിടെയോ നിന്നും പൊട്ടിമുളച്ചതുമല്ല. ഈ ജീവൻ മാതാപിതാക്കളുടെ ചോരയിൽ നിന്നാണ്. മാതാപിതാക്കളുടെ പാതി മുറിച്ചു തന്നതാണ് നമ്മൾ. അവരുടെ ചോരയിലൂടെ പാതി മുറിച്ചു തരലാണ് നമ്മുടെ ജീവനും ജീവിതം. ആദിയും പാതിയും ചേർന്നാലേ ഒന്നാവും, എങ്കിലേ അത് പൂർണ്ണമാവും. ആരോ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബമെന്ന്. അസംബന്ധം. വേരുകൾ ആണ്ടിറങ്ങിയ ഈ മണ്ണിലാണ് ചോരമണമുള്ള കുടുംബമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പറഞ്ഞുകൊണ്ടേ